മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുക എന്നുള്ളത് സമയമെടുത്ത് ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് പറയുമ്പോൾ ആ സമയമെടുക്കുന്നതിന് കാരണം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ എന്തുകൊണ്ടാണ് ഒരു ഒറ്റ പേരിലേക്ക് എത്താൻ കഴിയാത്തത് എന്നുള്ളതാണ് പ്രശ്നം. അതായത് 3 പേരും ഒരുപോലെ ക്ലെയിം ഉന്നയിച്ച് മുന്നിൽ നിൽക്കുകയാണ്. അതിൽ ആരുടെ പേരിലേക്ക് എത്തിയാലും മറ്റ് ഇടത്തുനിന്നും ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ സമയമെടുക്കലിന്റെ പിന്നിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, ഇവിടെ ചരടുവലികൾ 3 നേതാക്കളും നടത്തുന്നുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും കണ്ണിംഗ് ആയി കളിക്കുന്നത് വി ഡി സതീശനാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് ഗ്രൗണ്ട് അറിഞ്ഞു കളിക്കുന്ന ഒരു പ്ലെയറുടെ എല്ലാ ക്വാളിറ്റിയും വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷം പ്രത്യേകിച്ചും അദ്ദേഹം അത് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുമധ്യത്തിൽ വി ഡി സതീശൻ എപ്പോഴും പറയുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചരടുവലികൾക്ക് താൻ ഇല്ല, ആ നിലയിലുള്ള എന്താണ് ഇപ്പോൾ നമ്മൾ പറയുന്ന തരത്തിൽ തെരുവിലേക്ക് നീങ്ങുന്ന ആ പോരിലേക്കില്ല, ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഹൈക്കമാൻഡിന്റേതാണ് അന്തിമ തീരുമാനം. തെരുവിലെ പോരും നമ്മൾ പറയുമ്പോഴും ഈ പറഞ്ഞ നേതാക്കൾ വരുമ്പോൾ ഇപ്പോൾ എയർപോർട്ടിലാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ടാകുന്ന സ്വീകരണം എവിടെയും ജനപങ്കാളിത്തത്തിൽ കുറവില്ല. അവരോടൊക്കെ വലിയ മാസ് പീപ്പിൾ അവിടെ ഉണ്ട്. അത് അവരുടെ ഒരു അനുകൂല ഫാക്ടറായി കണക്കാക്കിക്കൂടെ, അവരുടെ ഓറയായി കണക്കാക്കിക്കൂടെ. ഈ പറഞ്ഞ പോലെ ഒറ്റ പേരിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ വിശാലമായ ജനാധിപത്യ ബോധ്യത്തിന്റെ പേരിൽ അങ്ങനെ കണക്കാക്കിക്കൂടെ? അല്ല, അത് എല്ലായ്പ്പോഴും ഈ തമ്മിലടി കാരണം ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തതിനെ അതിന് പിന്നാലെ നേതാക്കളൊക്കെയും ഒന്ന് പരസ്യമായി ഇങ്ങനെ അഭിപ്രായം പറയുന്നതിനൊക്കെയാണ് പൊതുവിൽ അവർ ജനാധിപത്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഈ ജനാധിപത്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ബോധമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു ഇടപെടലുണ്ടല്ലോ. ഞാനത് കഴിഞ്ഞൊരു ചർച്ചയിലും അത് പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ ഒരു വീടിനുള്ളിൽ 3 മക്കൾ തമ്മിൽ ഇപ്പോൾ സ്വത്തിനൊരു തർക്കം നടക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഈ 3 മക്കൾ തെരുവിലേക്ക് ഇറങ്ങി പരസ്പരം പോർ വിളിച്ച് പരസ്പരം അടിയുണ്ടാക്കിയ ശേഷം ഇത് ഞങ്ങളുടെ വീട്ടിലെ ജനാധിപത്യമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് സുഹേൽ, ഈ നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ പ്രൊജക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഇവിടെ 3 പേരാണ് പ്രധാനമായും ഉള്ളത്. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ. അതിൽ ഗ്രൗണ്ട് അറിഞ്ഞ് കളിക്കുന്നത്, കണ്ണിംഗ് ആയി കളിക്കുന്നത് വി ഡി സതീശനാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. ഹൈക്കമാൻഡിന്റേതാണ് അന്തിമ തീരുമാനം എന്ന് പറയുന്നു. ഹൈക്കമാൻഡ് തീരുമാനം എടുക്കട്ടെ എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ പോലും അവിടെയുള്ള മറ്റു 2 പേരുടെ നിലപാട് എന്താണ്? കെ.സി. വേണുഗോപാൽ എവിടെയാണ് ഈ ചരടുവലികൾ നടത്തുന്നത്? അത് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ, തനിക്ക് അനുകൂലമായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിലാണെങ്കിൽ പിന്നീട് അത് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടാണ് കെ.സി. വേണുഗോപാലിന്റെ എല്ലാ നീക്കങ്ങളും നടക്കുന്നത്. അതിലൊരു തർക്കവുമില്ല. ഇപ്പോൾ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ചർച്ച ഹൈക്കമാൻഡ് നടത്തുമ്പോൾ ആ ചർച്ചയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നുവെന്ന് കെ.സി. വേണുഗോപാൽ പറയുന്നത് പോലും മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആകാൻ താനും ഉണ്ട് എന്നതിന്റെ സൂചനയാണല്ലോ. അപ്പോൾ അതിൽ ആ ചർച്ചയിൽ ഞാൻ ഇല്ല, അപ്പോൾ അങ്ങനെ ഞാനൊരു സ്വാധീനം ചെലുത്തുന്നില്ല, ഒരു ഇമ്പാക്ട് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം. രണ്ടാമത്തെ ആൾ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ഡൽഹിയിൽ പോയി അദ്ദേഹവും ആ നിലയിൽ അദ്ദേഹത്തിന് കഴിയുന്ന നിലയിലുള്ള ഇടപെടലൊക്കെ നടത്തുന്നു. പക്ഷെ വി ഡി സതീശൻ ഓരോ നിലയിലും ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്താനോ തനിക്ക് ഈ നിലയിൽ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടെന്ന് അവരെ അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്താനോ ശ്രമിക്കുന്നില്ല. പകരം എന്താണ് വി ഡി സതീശൻ ചെയ്യുന്നത്? വി ഡി സതീശൻ ഇത് ഡയറക്റ്റ് പറയാതെ അണികളെ കൊണ്ട് പറയിപ്പിക്കുന്നു. അദ്ദേഹം വന്നിറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനിലടക്കം CM എന്ന് ആളുകളെ കൊണ്ട് വിളിപ്പിക്കുന്നു. അതായത് ഹൈക്കമാൻഡിന്റെ തീരുമാനം തനിക്കു അനുകൂലമല്ലെങ്കിലും ജനങ്ങളുടെ വികാരം, പാർട്ടിയുടെ വികാരം, അത് വി ഡി സതീശൻ അനുകൂലമല്ലാത്ത ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്താൽ ജനങ്ങളുടെ വികാരങ്ങൾ മാനിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ വി ഡി സതീശന് വലിയൊരു ഗ്രൗണ്ട് ബേസ് അവിടെ വി ഡി സതീശൻ ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വലിയ മാസ് ബേസ് ഉള്ളത് കൊണ്ട് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം അങ്ങനെ പ്രസിഡന്റ് ഹൈക്കമാൻഡിലില്ല. അതിപ്പോൾ നമുക്ക് ഈ CPM കാര്യം എടുക്കുകയാണെങ്കിൽ VS അച്യുതാനന്ദൻ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞ ഘട്ടത്തിൽ ജനരോഷം ഉയർന്നപ്പോൾ മത്സരിപ്പിച്ച് നമ്മൾ കണ്ടു. പക്ഷേ അങ്ങനെ ഒരു ചരിത്രം കോൺഗ്രസ് സംബന്ധിച്ച് പറയാനില്ല. ഹൈക്കമാൻഡാണ് അൾട്ടിമേറ്റ് അതോറിറ്റി. ആ തീരുമാനങ്ങൾ അവരെപ്പോഴും അടമണ്ടായി എടുക്കുന്ന തീരുമാനങ്ങൾ. ഇത്തരം സാഹചര്യങ്ങൾ അതിൽ പരിഗണിക്കപ്പെടുമെന്നാണ് ഞാൻ തിരികെ വരാം. ഞാൻ ഒറ്റ കാര്യം കൂടെ ആഡ് ഓൺ ചെയ്തോട്ടെ. പക്ഷേ ഇവിടെ പ്രശ്നം ഇപ്പോൾ സുഹേൽ പറഞ്ഞതുപോലെ ഹൈക്കമാൻഡിന്റെ മുൻപിൽ അത്തരം മുൻ അനുഭവങ്ങളുണ്ട് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട്. ഇന്നലെ അത് വിശദമായി തന്നെ അതിലേക്ക് പോയതുകൊണ്ട് ഞാൻ ആ പേരുകൾ എടുത്തു പറയുന്നില്ല. പക്ഷെ അങ്ങനെ പ്രവർത്തകരുടെ താല്പര്യം പരിഗണിക്കാതെ ഹൈക്കമാൻഡിന്റെ മാത്രം തീരുമാനത്തിലേക്ക് പോയി ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന സാഹചര്യത്തിലൊക്കെയും പിന്നീട് ആ സംസ്ഥാനങ്ങളിൽ എന്താണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. കേരളത്തിൽ അങ്ങനെ ഒരു ആ നിലയിലേക്ക് പോകാൻ ഹൈക്കമാൻഡ് തയ്യാറാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്തോ അതവിടെ നിൽക്കട്ടെ. അതിനപ്പുറം വി ഡി സതീശന് പ്രതികൂലമായ ഒരു തീരുമാനം എടുത്താൽ പാർട്ടിക്കെതിരാകും പ്രവർത്തകർ എന്ന വികാരം ഹൈക്കമാൻഡിനെ കൊണ്ട് ആ നിലയിൽ ഹൈക്കമാൻഡിനെ എത്തിക്കുന്നതാണ് വി ഡി സതീശൻ. അങ്ങനെ ഗ്രൗണ്ട് അറിഞ്ഞു കഴിക്കുന്ന പ്ലെയർ ആണ് വി ഡി സതീശൻ എന്നാണ് അസ്ത പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.